ഇന്ന് 27-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം. ഉത്താമ ഭ്രമണ ജവോന്നമഗിരീന്ദ്ര നസ്തൈകസ്ഥിരതര ഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉദ്ഭ്രാന്താനനവു യുവാക്തപുഷ്പവർഷാഃ. ദേവന്മാരും അസുരന്മാരും വാസുകിയുടെ വാലിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തും നിന്ന് ശക്തിയോടെ വലിച്ചു കടയാൻ തുടങ്ങിയപ്പോൾ മന്ദരം അതിവേഗത്തിൽ ചുറ്റിത്തിരിഞ്ഞു. ഭ്രമണവേഗം കൊണ്ട് പർവ്വതം മുകളിലേക്ക് ഉയർന്നു. അപ്പോൾ ഭഗവാൻ പർവ്വതാകാരമായ ശരീരമുള്ളവനായി വളർന്ന് ഒരു കൈ പർവ്വതത്തിന് മുകളിൽ വെച്ചു. അപ്പോൾ മന്ദരത്തിൻ്റെ മുകളിലേക്കുള്ള ഗതി മാറി സ്ഥിരമായ ഭ്രമണം പർവ്വതത്തിനുണ്ടായി. ഇത് കണ്ട് സന്തോഷപരവശരായ ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവർ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അല്ലേ, അടിയിൽ നിന്ന് പൊന്തിച്ചപ്പോൾ നേരെ പൊന്തി പൊന്തി പോയി മന്ദരപർവ്വതം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? താൻ വലിയ ആകാരം സ്വീകരിച്ചുകൊണ്ട് മുകളിൽ പർവ്വതത്തിന് മുകളിലും ഒന്നമർത്തി കൊടുത്തു. അപ്പോൾ വളരെ ശരിയായ രീതിയിൽ കടയാനായിട്ട് മന്ദരപർവ്വതം നിന്നുകൊടുത്തു. ഉദ്ദാമഭ്രമണജമുന്നമദ്ഗിരീന്ദ്ര ന്യസ്തൈകസ്ഥിരതര ഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉദ്ഭ്രാന്താനനവു യുവാക്തപുഷ്പവർഷാഃ.